അരുന്ധതി റോയുടെ പുസ്തകം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തോന്നുക ഒരു വലിയ ഗ്രന്ഥം, കുറേ സമയമൊക്കെ എടുത്ത് കുറേ സമയം ചെലവഴിച്ച് വായിക്കേണ്ട ഒരു പുസ്തകം എന്നാണ്. പക്ഷേ അവരുടെ ഈ പുസ്തകം ഒരു ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ, ഒരു മുതലാളിത്തത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെയുള്ള ഒരു പോരാളി എന്ന നിലയിലുള്ള പുസ്തകമാണ് കനിവോടെ കൊല്ലുക, സാമ്രാജ്യത്വത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിക്കാം എന്ന പുസ്തകം. ഫിനിഷ് ദ ജോബ് ബട്ട് ഡു ഇറ്റ് കൈൻഡ്ലി, ഹൗ ടു തിങ്ക് എബൌട്ട് എംപയർ. ഇതിൻ്റെ ഒരു മലയാള തർജ്ജമ. വളരെ ചെറിയ പുസ്തകമാണ്. ഇതിൽ ഒരു ലേഖനവും പിന്നെ ഒരു അഭിമുഖ സംഭാഷണമാണ് ഈ പുസ്തകത്തിലാകുള്ളത്. ഈ ലേഖനത്തിൽ പ്രധാനമായിട്ടും സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ, അധിനിവേശങ്ങൾ, അതിനെക്കുറിച്ചാണ് ഒന്നാമത്തെ ഈ ലേഖനത്തിൽ പറയുന്നത്. അത് വായിച്ചു കഴിയുമ്പോൾ മനുഷ്യത്വത്തിനു വേണ്ടി, സാമ്രാജ്യത്വത്തിനും മുതലാളിത്തത്തിനും എതിരായി നമ്മുടേതായ ഇടങ്ങളിൽ നമുക്കും ചില ചെറിയ ശബ്ദങ്ങളെങ്കിലും ഉയർത്താൻ കഴിയും. അതിൽ നമ്മളും നമ്മുടെ ഇടങ്ങളിൽ ചെറിയ ശബ്ദം ഉയർത്തണം എന്നൊരു ബോധ്യം നമുക്കുണ്ടാവാൻ ഈ പുസ്തകം സഹായിക്കുന്നുണ്ട്. പലസ്തീനിലും മറ്റും നടക്കുന്ന കൂട്ടക്കുരുതികളെക്കുറിച്ച് അമേരിക്കയുടെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ഇങ്ങനെയാണ്: പണി തീർത്തേക്കുക, എന്നാൽ കനിവോടെ ചെയ്യുക. ഒരു കൂട്ടക്കുരുതിയെക്കുറിച്ചുള്ള ആഹ്വാനമാണ്. ആലോചിച്ചു, ഒരു ജനതയെ, ഒരു വംശത്തെ മുഴുവനായിട്ട് കൂട്ടക്കുരുതി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അധിനിവേശ യുദ്ധത്തിന് പോകുന്ന ആളുകളോട്, പട്ടാളക്കാരോടുള്ള അമേരിക്കയുടെ കമാൻഡാണിത്. പണി തീർത്തേക്കുക, എന്നാൽ കനിവോടെ ചെയ്യുക. എത്ര മയപ്പെടുത്തിയിട്ടാണ് കൂട്ടക്കുരുതിക്ക് ആഹ്വാനം നൽകുന്നത്. അതായത് ഇസ്രായേൽ പലസ്തീൻ പൗരന്മാർക്ക് മേലെ വർഷിക്കുന്ന എല്ലാ ബോംബുകളിലും, വെടിയുണ്ടകളിലും, ടാങ്കുകളിലും ഒക്കെ തന്നെ അമേരിക്കയുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട് എന്നാണ് അരുന്ധതി റോയ് പറയുന്നത്. അതുപോലെ ഇതിലൊരു അഭിമുഖ സംഭാഷണമുണ്ട്. അത് അവനി സേജ്പാലുമായിട്ടുള്ള ദീർഘമായ ഒരു അഭിമുഖ സംഭാഷണമാണ്. ഇതിൽ പറഞ്ഞത് വെച്ചാൽ സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ഉള്ള സാമ്രാജ്യത്വത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും മുഖങ്ങളെക്കുറിച്ചും അവരുടെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ജാതി, വംശീയത, തീവ്രദേശീയത, ഇതിനെയൊക്കെ എങ്ങനെയാണ് കോർപ്പറേറ്റുകളും മുതലാളിത്തവും സാമ്രാജ്യത്വവും ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് എന്നതിനെ സംബന്ധിച്ചുള്ള ദീർഘമായ ഒരു അഭിമുഖ സംഭാഷണമാണ് അവനി സേജ്പാലുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം. അതുപോലെ തന്നെ ഒരു ആക്ടിവിസ്റ്റിന് എത്രത്തോളം കരളോർപ്പുണ്ടായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും അരുന്ധതി റോയ് പറയുന്നുണ്ട്. ചിന്ത പബ്ലിഷേഴ്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പരിഭാഷ നടത്തിയിരിക്കുന്നത് ടി എ രാജശേഖരൻ.